കഴിഞ്ഞ ഒരു മാസക്കാലത്തിലധികമായി തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിട്ടും നരേന്ദ്രമോദി സർക്കാരിനെതിരായും സംഘപരിവാറിനെതിരായും ആക്ഷേപമൊന്നും പറയാതെ കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരായിട്ടും നിരന്തരമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ മറുപടിയായി പറഞ്ഞപ്പോൾ പോലും വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ഒരു വിനീത ഭാവം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരിക്കുന്നത് ഞങ്ങൾ രണ്ടും ഒന്നല്ല രണ്ടാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ എല്ലാവർക്കും അറിയാം ഇവർ രണ്ടും രണ്ടല്ല, ഇവർ രണ്ടും ഒന്ന് തന്നെയാണ് എന്നറിയാം. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരായും കോൺഗ്രസിനെതിരായും നിരന്തരമായ ആക്ഷേപം ഉന്നയിച്ച് പിണറായി വിജയൻ BJPയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അവർ BJPയുമായും RSSുമായും നേരത്തെ തന്നെ സെറ്റിൽ ചെയ്താണ്. തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ശ്രീ എമ്മിൻ്റെ സാന്നിധ്യത്തിൽ RSS നേതാക്കളുമായി പിണറായി വിജയൻ ചർച്ച ചെയ്ത് എല്ലാ സംഘർഷങ്ങളും അവസാനിപ്പിച്ചതാണ്. ഇവർ തമ്മിലുള്ള ഈ അവിഹിതമായ ബാന്ധവം ഈ തെരഞ്ഞെടുപ്പിലും തുടരുകയാണ്. അതുകൊണ്ട് UDFനെ തോൽപ്പിക്കാൻ വേണ്ടി ചില തിരഞ്ഞെടുക്കപ്പെട്ട സീറ്റുകളിൽ ഇവർ പരസ്പരം സഹായിക്കാമെന്നുള്ള ധാരണയിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതങ്ങനെയല്ല എന്ന് കാണിക്കാൻ വേണ്ടി, പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന വാചാടോപമല്ലാതെ ഇവർ തമ്മിൽ ഒരു ഏറ്റുമുട്ടലുമില്ല. LDFിൻ്റെ കൺവീനറായ EP ജയരാജൻ തന്നെ വന്ന് BJP സ്ഥാനാർത്ഥികളെക്കുറിച്ച് പുകഴ്ത്തി പറയുക, BJP നടത്തുന്ന മുന്നേറ്റത്തെക്കുറിച്ച് ശ്ലാഘിക്കുക തുടങ്ങിയ പരിപാടികളാണ്. തൃശ്ശൂരിലെ CPM പിന്തുണയോടുകൂടിയുള്ള മേയർ അവിടുത്തെ BJP സ്ഥാനാർത്ഥിയെക്കുറിച്ച് പുകഴ്ത്തി പറയുക. ഇതിപ്പോൾ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്നത് ഒരു പയ്യനെതിരായിട്ട് കേസെടുത്തിരിക്കുകയാണ് പാലോട്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിംഗ് നടത്തിയെന്നാണ് ആ കുട്ടിക്കെതിരായിട്ടുള്ള ആരോപണം. എന്താണ്? ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ BJP നടത്തിയ അഴിമതിയെക്കുറിച്ചാണ് ആ ചെറുപ്പക്കാരൻ തൻ്റെ ഇതിൽ ഇലക്ട്രൽ ബണ്ടിൽ അഴിമതി നടക്കുന്നു, സ്വിസ് ബാങ്കിലെ വിവരങ്ങൾ വരെ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞു, ഇപ്പോൾ SBIയിലെ വിവരങ്ങൾ വരെ പുറത്തുവിടാൻ പേടിച്ചിരിക്കുന്നു തുടങ്ങിയ സാധാരണയായി രാഷ്ട്രീയമായി നരേന്ദ്രമോദിയെയും BJPയെയും രാഷ്ട്രീയമായി എതിർക്കുന്ന സമൂഹ മാധ്യമ പോസ്റ്റ് ഇട്ടിട്ടും കേരളത്തിലെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കേസെടുത്തിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്താൻ ഇയാൾ ശ്രമിച്ചു, അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്തിരിക്കുകയാണ് പിണറായിയുടെ പോലീസ്. അപ്പോൾ മോഡി പ്രേമവും മോഡി പ്രീണനവും ഏതറ്റം വരെ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. 9 പരാതികൾ ഞാൻ കൊടുത്തു എന്നെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ. ഒരു കേസ് പോലും എടുത്തില്ല. അതൊന്നും കേസെടുക്കാൻ പറ്റുന്നതല്ല എന്ന മറുപടിയാണ് കിട്ടിയത്. അപ്പോൾ മോഡിക്കെതിരായി രാഷ്ട്രീയമായ ആരോപണം ഒരു ചെറുപ്പക്കാരൻ ഉന്നയിച്ചപ്പോൾ അയാൾക്കെതിരായി മോഡിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തി എന്ന് പറഞ്ഞ് പിണറായിയുടെ പോലീസ് കേസെടുത്തിരിക്കുന്ന വിചിത്രമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു LDFന് അനുകൂലമായ തരംഗമുണ്ടെന്ന്. അദ്ദേഹം ജനങ്ങളുമായും മറ്റുള്ളവരുമായും പൂർണ്ണമായ ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. അദ്ദേഹം ആകെ കൈരളിയും ദേശാഭിമാനിയും മാത്രം വായിക്കുന്നുള്ളൂ. മുഖ്യധാര മാധ്യമങ്ങൾ വായിക്കുന്നില്ല, ജനങ്ങൾ പറയുന്നത് അറിയുന്നില്ല, ജനങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്ന മാറ്റം അറിയുന്നില്ല. ഇവിടെ ഒരു സീറ്റ് പോലും കേരളത്തിൽ CPMും ജയിക്കില്ല, BJPയും ജയിക്കില്ല. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. കേരളത്തിലെ 20ൽ 20 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി നേരിടും. കേന്ദ്ര സർക്കാരിനെതിരായും സംസ്ഥാന സർക്കാരിനെതിരായും ജനങ്ങളുടെ ഇടയിലുള്ള അമർഷവും പ്രതിഷേധവും രോഷവും എല്ലാം വോട്ടായി മാറും എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ UDF തരംഗം സംസ്ഥാന തലത്തിലുണ്ട്. ദേശീയ തലത്തിൽ വളരെ നിശബ്ദമായ തരംഗം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അനുകൂലമായി ഉണ്ട് എന്ന് കൂടി ഞങ്ങൾ വിശ്വസിക്കുക.